ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നാടൻ പലഹാരം കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 250 ഗ്രാമോളം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വലിയ അച്ചൊരു 3 അച്ചോളം ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര ഒന്ന് നമുക്ക് മെൽറ്റാക്കിയിട്ടെടുക്കാം. അങ്ങനെ ഇതിവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിടാം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പോളം ചിരവിയ തേങ്ങ ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഈ തേങ്ങയിലെ വെള്ളത്തിൻ്റെ അംശം വറ്റണ വരേക്ക് നമുക്കിത് നല്ലവണ്ണം തന്നെ കുറച്ച് സമയം ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 3 നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം തന്നെ എടുക്കണേ. എന്നിട്ട് ഇത് നല്ലവണ്ണം തന്നെ ഈ തേങ്ങയിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പഴമൊക്കെ നല്ലവണ്ണം തന്നെ ഒന്ന് വഴന്ന് വരുന്ന വരെയൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം ഇതിവിടെ ഒന്ന് പഴമൊക്കെ നല്ലവണ്ണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ശർക്കരപ്പാനിയിൽ നിന്ന് 1/2 കപ്പ് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ശർക്കരപ്പാനി ഈ പഴത്തിലും തേങ്ങയിലും പിടിക്കണ വരേക്ക് ഒന്ന് വറ്റി വരുന്ന വരേക്ക് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇത് വറ്റി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇത് നല്ലവണ്ണം തന്നെ തവി വെച്ചിട്ട് ഈ പഴമൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണേ. അങ്ങനെ ഏകദേശം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ബാറ്ററി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് റവയാണ് ചേർത്തി കൊടുത്തത്. വറുത്തതോ വറുക്കാത്ത ഏത് റവ വേണമെങ്കിലും ചേർത്തി കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ടിയായിട്ടുണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് നോക്കാം. അപ്പോൾ ഓരോ റവക്കനുസരിച്ചാവും നമ്മൾ എടുക്കുന്ന റവക്കനുസരിച്ചിട്ടാവും കേട്ടോ വെള്ളത്തിൽ മാറ്റം വരും. അപ്പോൾ ഏകദേശം ഞാനൊരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. എന്നിട്ട് ഇതാ ഏകദേശം ഈ കട്ടിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, പഴം തേങ്ങയും, അത് ഇതിലേക്ക് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും പാടെ ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്തി കൊടുക്കാം. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിലേക്ക് ഒരു 2 നുള്ളു ബേക്കിംഗ് സോഡ ചേർത്തിയിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കിയിട്ടും തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഇതും ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂണും പാടെ നെയ്യ് ചേർത്തി കൊടുത്തിരുന്നു കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമ്മൾ ആവി കയറ്റിയിട്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ടിന്നിൽ കുറച്ച് നെയ്യൊന്ന് തടവിയിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് കട്ടിയിൽ ഇത് തയ്യാറാക്കിയെടുക്കരുത്. അപ്പോൾ ഉൾവശം കുക്കാകാൻ കുറച്ചും പാടെ സമയം പിടിക്കും കേട്ടോ. കേക്കിൻ്റെ ടിന്നില്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിൽ നെയ്യ് തടവിയിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിതിവിടെ 20 മിനിറ്റോളം ഇത് നമുക്ക് ആവി കയറ്റിയിട്ട് വേവാനായിട്ട് വെക്കാം. അപ്പം ഞാനിതിൻ്റെ ബാക്കി കുറച്ച് ബാറ്ററി ഞാൻ ഇട്ടിട്ടുണ്ട്, ഇഡ്ഡലിത്തട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നെയ്യ് തടവിയിട്ട്. അപ്പം ഇങ്ങനെ വേണമെങ്കിലും ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ദാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ നിന്നൊക്കെ വിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇഡ്ഡലിത്തട്ടിലും ചെയ്തെടുത്താൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് എള്ളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാണാൻ ഭംഗിക്ക്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. അല്ലാത്തവർക്ക് സ്റ്റീൽ പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 2 രീതിയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇതും ഒരു 20 മിനിറ്റിന് ശേഷം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നടുവശമൊക്കെ കുത്തി നോക്കിയപ്പോൾ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് അതിൻ്റെ ഉൾവശം ഇതുപോലെ ഉണ്ടാവട്ടെ. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. ഇതിലേക്ക് വേണമെങ്കിൽ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് നെയ്യിൽ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ ബദാമൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ പഴം വാടിയതിന് ശേഷം നമുക്ക് അവിൽ വേണമെങ്കിൽ ഒരു 1/2 കപ്പും ചേർത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ നാടൻ പലഹാരം ഉണ്ടാക്കി നോക്കണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.